ഈ 2013 ഈ ഗജഗടാവ് രാമചന്ദ്രനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മാനപ്രേമികൾ കൂടി തുടങ്ങിയതാണ് ഈ ശ്രീരാമജയം ഒഫീഷ്യൽ എന്ന് പറഞ്ഞ വാട്സപ്പ് കൂട്ടായ്മ. ഗജഗടാവ് രാമചന്ദ്രൻ്റെ ദേവിദാസൻ്റെയും ക്ഷേമപ്രവർത്തനങ്ങളും അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് 2019 പ്രളയം ഉണ്ടായ സമയത്ത് വയനാട് ഉരുൾപൊട്ടിയപ്പോൾ ഇതേപോലെ തന്നെ അന്നത്തെ രാമചന്ദ്രൻ്റെ വണ്ടിയിൽ അവർ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഏകദേശം ഒരു 3.5-4 ലക്ഷം രൂപയുടെ ഭക്ഷണ സാധനങ്ങൾ സ്വരൂപിച്ച് അവിടേക്ക് ഒരു സഹായം പോലെ നൽകുകയുണ്ടായി. അതിനുശേഷം ആന വിലക്ക് വന്നപ്പോഴും കൊറോണ കാലഘട്ടത്തിലും അമ്പലത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും മറ്റു രീതിയിലും ചെയ്തു വരികയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്താണ് അവരൊരു ആദ്യമായിട്ട് തന്നെ ഒരു രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ സംരംഭം എന്ന നിലയ്ക്ക് ഈ വയനാട് ഉരുൾപൊട്ടിയ സമയത്ത് തന്നെ വടകര വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടാവുകയും അവിടെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഒരു ഫാം നശിച്ചതായി അറിഞ്ഞതായിട്ട് അവിടുത്തെ ആളുകൾ അറിയിക്കാനൊക്കെ പറഞ്ഞു. ആ ഫാമിലെ മറ്റു മൃഗങ്ങൾക്ക് ഒരു ഭക്ഷ്യസാധനങ്ങൾ ചെറിയ പൈസ സഹായമായിട്ട് 40,000 സഹായം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇവർ ആദ്യ സംരംഭം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ 1,01,000 രൂപ സമാഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് മറ്റേ രാമചന്ദ്രൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് കൊടുക്കുന്നത്. അത് ഏറ്റുവാങ്ങുന്നത് അവരെ വടക്കാഞ്ചേരി MLA ആയ നമ്മുടെ ഈ അമ്പലം നിൽക്കുന്ന സ്ഥലത്ത് പെരുമാറും ചെയ്യുന്ന വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ MLA ആയ മറ്റേ സേവ് തിരുപ്പള്ളി MLA ആണ് മറ്റേ അത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിവിധ സ്ഥലങ്ങളിലുള്ള ഒരുപാട് ജാതി മത ഭേദമന്യുള്ള ആളുകളിൽ ഒരു കൂടി വ്യത്യസ്ത തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇവരൊക്കെ ലക്ഷ്യം ആനകളുടെ ക്ഷേമം മാത്രമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വീഡിയോ അല്ലേ മാറ്റിക്കോ അതാണ് ഓക്കെ. ഇനി ഇവരുടെ ഫാൻസിൻ്റെ ഇതില്ലേ മറ്റേ ലോഗോ പുതിയ ലോഗോ ഈ ഫാൻസ് അസോസിയേഷനായി രജിസ്റ്റർ ചെയ്ത് തന്നെ രജിസ്റ്റർ നമ്പർ ലോഗോണ്. അത് ഫേവറേറ്റ് കൊണ്ടാണ് ഔദ്യോഗികമായിട്ട് പ്രകാശനം ചെയ്യുന്നത്. പ്രകൃതി ദുരന്തങ്ങളാണ് സംഭവിച്ചിരുന്നത്. 2018 മഹാപ്രളയം, 19 പ്രളയം, ഇപ്പോഴിതാ ഈ വർഷം കഴിഞ്ഞ 29-30 തീയതിയിലായാണ് അതിതീവ്ര മഴ വടക്കാഞ്ചേരിയിൽ ഉൾപ്പെടെ 338 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. വയനാട് ചൂരന്മലയ സംഭവം ഒരുപക്ഷെ നമ്മളെല്ലാം തന്നെ വല്ലാതെ വിഷമിപ്പിച്ച് കളഞ്ഞു. ഏറ്റവും പ്രയാസമുണ്ടാക്കിയ സംഭവം. സ്വാഭാവികമായും ഉരുൾപൊട്ടലിൽ ഉണ്ടായ നാട്ടിലെ ഈ ദുരന്തത്തിലും സംസ്ഥാനം ഒന്നടങ്കം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള മാതൃകാപരമായി പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ്. ഇവിടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ ഫാൻസ് അസോസിയേഷൻ 1,00,000 രൂപയോ പ്രത്യേകിച്ച് ഒരു ഫാൻസ് അസോസിയേഷൻ എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം. എല്ലാ ഗ്രൂപ്പുകളും സന്നദ്ധരായി രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നു, കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നു, ദുരന്തമുഖത്ത് വളണ്ടിയർമാരായി മാറുന്നു. കേരളം ഒറ്റക്കെട്ടായി ഈ പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കും. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന സന്ദേശം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഫാൻസ് അസോസിയേഷൻ കൈമാറുന്ന 1,00,001 രൂപ. തീർച്ചയായും അത് ഗവൺമെൻറ്റിന് വേണ്ടി ഏറ്റുവാങ്ങിയതായി അറിയിക്കും. ഫോട്ടോ അല്ല, ഫോട്ടോ